എൻ്റെ പേര് നിരഞ്ജി റണഹാൻ. ഞാൻ ആക്ച്വലി ഒരു ആർക്കിടെക്റ്റാണ്. ഞാൻ PG കോഴ്സ് എടുത്തത് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ആണ്. അത് MIT എന്ന് പറഞ്ഞ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ആർക്കിടെക്ചറും 3D പ്രിൻറ്റിങ്ങും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫേമാണ് ഞാനിപ്പോൾ നടത്തുന്നത്. എൻ്റെ ഫേമിൻ്റെ പേരാണ് ആസ്പയർ-ട്രീ. അപ്പോൾ ആസ്പയർ-ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ആസ്പയറിങ് ടു ബി എന്ന് പറയുന്ന പോലെ പുതിയ ടെക്നോളജിയിലോട്ട് ഇവോൾവ് ചെയ്യാനും ലോകത്തെ എല്ലാവരെയും ഒരു ടെക്നോളജീനെ പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് ആസ്പയർ ചെയ്യുന്ന ഒരു ട്രീ പോലെ പടർന്ന് സ്പ്രെഡാവുന്ന ഒരു ഇൻഫർമേഷനാണ് ആസ്പയർ-ട്രീ എന്ന് ഞാൻ പറയുന്നത്. 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ്ലി വേൾഡ് വൈഡ് ആയിട്ടൊരു പുതിയൊരു ടോപ്പിക്കാണ്. അത് പോപ്പുലാരിറ്റി നേരിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ 3D പ്രിൻറ്റിംഗ് ബേസിക്കലി നമ്മൾ സോഫ്റ്റ്വെയറിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ട് അത് 3D പ്രിൻ്ററിലൂടെ അതേ 3D ഡിസൈൻ ഹാർഡ്വെയർ ആയിട്ടൊരു പ്രൊഡക്റ്റായിട്ട് മാനുഫാക്ചർ ചെയ്ത് വരും. അതിന് വേറൊരു പേരും കൂടെ പറയുന്നത് അഡിറ്റീവ് മാനുഫാക്ചറിംഗ് ആണ്. അതായത് ഓരോ ലെയറായിട്ട് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടാണ് ആ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡ്സ് ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ട്രഡീഷണൽ മാനുഫാക്ചറിങ് മെത്തേഡ്സ്, ഫോർ എക്സാമ്പിൾ CNC കട്ടർ, എൻഗ്രേവർ, ഇതെല്ലാം സബ്ട്രാക്റ്റീവ് മാനുഫാക്ചറിങ് ആണ്. അതായത് മെറ്റീരിയൽ കാർവ് ചെയ്ത് അല്ലെങ്കിൽ ലൂസ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ അഡിറ്റീവ് മാനുഫാക്ചറിങ് ഓർ 3D പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് അധികം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഫീൽഡായിട്ട് റിലേറ്റഡ് ആയിട്ട് ബിൽഡിംഗ് മോഡൽസ്, ബിൽഡേഴ്സിനൊക്കെ അവരുടെ പ്രൊജക്ട്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡൽസ്, പിന്നെ കോണ്ടൂർ സൈറ്റ് മോഡൽസ്, മാസ്റ്റർ പ്ലാൻ മോഡൽസ്, മൾട്ടി കളറായിട്ടുള്ള ഇതൊക്കെ ആർക്കിടെക്ചർ ബേസ്ഡ് ആയിട്ടൊരു സ്കോപ്പായിട്ട് വരുന്നതാണ്. അതുകൂടാതെ ഇൻറ്റീരിയറിൻ്റെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേളിൽ കാണുന്ന പോലത്തെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സ്, ആർട്ട് ഇൻസ്റ്റലേഷൻസ്, പിന്നെ മോഡേൺ സ്റ്റാച്യൂസ്, ആർട്ട് സ്റ്റാച്യൂസ്, അങ്ങനെ എന്തൊരു പ്രൊഡക്റ്റും നമുക്ക് ഏത് സൈസിലും കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം, മൾട്ടിപ്പിൾ ഫിനിഷസ് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പിന്നെ അതിൻ്റെ ഒരു സ്കോപ്പാണ് കോർപ്പറേറ്റ് ഗിഫ്റ്റ്സ്. അതായത് കമ്പനി ലോഗോസ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള കോർപ്പറേറ്റ് ഗിഫ്റ്റ്സ്. ഉദാഹരണത്തിന് പെൻ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബുക്ക് ഹോൾഡേഴ്സ്, ഡെസ്ക്ടോപ്പ് ഐഡൽസ്, ഇതെല്ലാം കമ്പനി ലോഗോസ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലാർജ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്, ഫോർ എക്സാമ്പിൾ 1000 to 5000 ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ക്ലയൻസിന്, പൊട്ടൻഷ്യൽ ക്ലയൻസിന് ഗിഫ്റ്റ്സ് ആയിട്ട് കൊടുക്കുക. അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മറ്റു ആപ്ലിക്കേഷൻസ് വരുന്നതാണ് മെഡിക്കൽ ഫീൽഡ്സിൽ. അതായത് ഒരു ബോൺ ട്രാൻസ്പ്ലാന്റ്, അതായത് അല്ലെങ്കിൽ കയ്യിലുള്ള കാസ്റ്റിംഗ്, ആംസ് ലിംസിലുള്ള കാസ്റ്റിംഗ്, ഇതെല്ലാം സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഫയലായിട്ട് തരുന്നതായിരിക്കും. അതേ ഫയൽ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ട് ഒരു സോളിഡ് പ്രൊഡക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അവർ ഇംപ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഡെൻ്റൽ ഇൻഡസ്ട്രീസിലും ഇതേ ആപ്ലിക്കേഷൻ ഉള്ളത്. ഇതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡ്സിലും ആപ്ലിക്കേഷൻ വരുന്ന ഒരു കോൺസെപ്റ്റാണ് 3D പ്രിൻറ്റിംഗ്. ഈവൻ എയറോഡൈനാമിക്സ് അല്ലെങ്കിൽ DRDO, പിന്നെ നാസ, ഇതുപോലത്തെ വലിയ വലിയ സ്ഥാപനങ്ങളിലും മെറ്റൽ 3D പ്രിൻറ്റേഴ്സ് യൂസ് ചെയ്ത് പ്രോട്ടോടൈപ്സ് കുറേ ഉണ്ടാക്കുന്നതായിരിക്കും. ഈ 3D പ്രിൻറ്റിങ്ങിനല്ലാതെ യൂസ് ചെയ്യുന്ന ടെക്നോളജിക്ക് അവർക്ക് വളരെ വലിയൊരു ബഡ്ജറ്റായിരിക്കും ആവശ്യം വരിക. പക്ഷേ മെറ്റൽ 3D പ്രിൻറ്റിങ്ങിലൂടെ അവർക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ എക്വിപ്മെൻറ്റ്സ് പ്രോട്ടോടൈപ്പ് ചെയ്ത് അത് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ കാണുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള FDM പ്രിൻറ്റേഴ്സ്. ഇതിൻ്റെ പേരാണ് ബാംബു ലാബ് കാർബൺ. ഇത് കാണുന്ന മാതിരി നേരത്തെ പറഞ്ഞൊരു അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എക്സാമ്പിളാണ്. അതായത് ഓരോ ലെയറായിട്ടാണ് പ്രിൻ്റ് ചെയ്ത് മുകളിലോട്ടായിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഇത് ഒരു മൾട്ടി കളർ പ്രിൻ്ററാണ്. ഇതിൽ നമുക്ക് 4 മെറ്റീരിയൽസ് ഒരു ടൈം ലോഡ് ചെയ്തിട്ട് മൾട്ടി കളർ ആയിട്ടുള്ള കോമ്പോണൻറ്റ്സ് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ്
പ്രിൻറ്റിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ലോഡ് ചെയ്യും. ഒരു കോയിൽ ഫോമിലായിരിക്കും. ഈ കോയിൽ ഇതിൻ്റെ എൻഡിൽ പ്രിൻ്റ് ഹെഡ് എന്ന് പറയും. ആ പ്രിൻ്റ് ഹെഡിൽ വരെ എത്തിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഓരോ ലെയറായിട്ട് പ്രിൻ്റ് ചെയ്ത് മുകളിലോട്ട് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ പ്രീവിയസ് വേർഷൻ ഓഫ് പ്രിൻറ്റേഴ്സാണ്. ഇതിൻ്റെ പേര് പ്രൂസ പ്രിൻറ്റേഴ്സ് എന്നാണ്. ഇതും FDM പ്രിൻറ്റേഴ്സാണ്. ഇതിനാണ് നേരത്തെ പറഞ്ഞ ടൂൾ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ നേരെ ഈ ടൂൾ ഹെഡിൽ പോയിട്ട് ഇവിടെ മെൽറ്റ് ചെയ്തിട്ട് ഓരോ ലെയറായിട്ട് ഇങ്ങനെ മുകളിലോട്ടാണ് അത് പ്രിൻ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സ്. ഈ പ്രിൻ്റർ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആ പ്രോസസ്സ് കാണാം. അതായത് ഓരോ ലെയറായിട്ട് മെൽറ്റ് ചെയ്ത് ഫ്യൂസ് ചെയ്തിട്ട് അത് പ്രിൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയും ലെയേഴ്സാണ് പ്രിൻ്റായിരിക്കുന്നത്. ഇനി റിമൈനിങ് എത്ര അവേഴ്സ് ബാക്കിയുണ്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ കാണാം. അതായത് ഫൈനൽ എൻഡ് പ്രൊഡക്റ്റ് വരുമ്പോൾ ഓൾമോസ്റ്റ് ഇത്രയൊരു സൈസിൽ വരും. ഇങ്ങനെയാണ് നമ്മളുടെ ഡിസൈൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ സോഫ്റ്റ്വെയറിൽ ഒരു ഡിസൈൻ പ്രിപ്പയർ ചെയ്തിട്ട് അത് പ്രിൻ്ററിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് ആ 3D പ്രിൻ്ററിൽ ഫോം ചെയ്ത് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ പല പ്രോസസ്സുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൾപ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. അതായത് ഇതുപോലെ നമ്മൾ ഓരോ ഷേപ്സ് ഹാൻഡിൽ കൈവച്ച് ക്ലേ സ്കൾപ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ സോഫ്റ്റ്വെയറിൽ സ്കൾപ്റ്റ് ചെയ്തെടുത്തിട്ട് എൻഡ് റിസൾട്ട് ഇതുപോലത്തെ ഒരു വലിയൊരു പ്രൊഡക്റ്റാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് നേരത്തെ നിങ്ങൾ കണ്ട വാൾ സ്കൾപ്ചറിൻ്റെ ഡിസൈനാണ് ഈ കാണുന്നത്. ഇത് ആക്ച്വലി 1.5 മീറ്റർ ലോങ് ആണ്. അപ്പോൾ ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയത് കാരണം നമ്മൾ പല പീസായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഓരോ പ്രിൻറ്റേഴ്സിലും പ്ലേസ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഫിനിഷ് ചെയ്ത് പുട്ടി സാൻഡിങ് എന്ന എല്ലാ പ്രോസസ്സും സ്പ്രേ പെയിൻറ്റ് അങ്ങനത്തെ പ്രോസസ്സെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഫൈനൽ പ്രൊഡക്റ്റാക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എന്നല്ല, ഏത് ടൈപ്പിലുള്ള കസ്റ്റമായിട്ടുള്ള വാൾ ഡെക്കറേഷൻ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻസ് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സോഫ്റ്റ്വെയറിൽ കൂടെ നമുക്ക് ക്ലയൻറ്റിന് 3D റെൻഡേർഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആദ്യം കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു റിയൽ ടൈമിൽ എങ്ങനെ ആ പ്രൊഡക്റ്റ് വരും എന്നുള്ളൊരു ഐഡിയ ക്ലയൻറ്റിന് കിട്ടും. അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പ്രിൻറ്റിങ് പ്രോസസ്സിലോട്ട് കടക്കുന്നത്. ഇതിൻ്റെ പേരാണ് PLA, പോളിലാക്റ്റിക് ആസിഡ് എന്ന് പറയും. അതായത് കോൺ സ്റ്റാർച്ച് വെച്ചിട്ട് നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. ബയോഡിഗ്രേഡബിൾ ആൻഡ് എൻവയറമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. എല്ലാവർക്കും മെയിനായിട്ട് വരുന്നൊരു ചോദ്യമാണ് ഇതിനെന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി പല റേഞ്ചസ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഈവൻ കാർബൺ ഫൈബർ വരെ ഈ കാണുന്ന പ്രിൻ്ററിൽ വെച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ PLA എന്ന് പറഞ്ഞൊരു എൻവയറമെൻറ്റൽ ഫ്രണ്ട്ലി മെറ്റീരിയലാണ്. ഇത് കോൺ സ്റ്റാർച്ചിൽ നിന്നാണ് ഉണ്ടാക്കിയെങ്കിലും ഭയങ്കര ഡ്യൂറബിളാണ്, ഓൾമോസ്റ്റ് എവർലാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നേരത്തെ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡിസൈൻ ചെയ്ത സ്കൾപ്ചർ. ഇത് ആക്ച്വലി പല പാർട്സ് ജോയിൻ ചെയ്തൊരു സിംഗിൾ പീസാക്കിയിട്ട് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആക്ച്വലി ഫിനിഷ് ചെയ്യണതിന് മുമ്പ് കുറേ സെപ്പറേഷൻ ലൈൻസ് നമുക്ക് കാണാം. പക്ഷേ സ്മൂത്തായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ട് ഈ ലൈൻസ് ഒന്നും നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു സിംഗിൾ പീസായിട്ടാണ് നമുക്ക് ഇത് തോന്നുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഓഫ് കസ്റ്റമൈസ്ഡ് വാൾ സ്കൾപ്ചേഴ്സ് ആണ്. അതായത് ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹാൻഡ് സ്കൾപ്റ്റിംഗ് അല്ലെങ്കിൽ ഈവൻ കാർഡ്ബോർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൾപ്ചർ എന്നാണ് ബാക്കി ഓൾട്ടർനേറ്റീവ്സ്. പക്ഷേ കാർഡ്ബോർഡ് സ്കൾപ്ചേഴ്സ് വളരെ ചീപ്പായിരിക്കും, ഒട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. പിന്നെ വേറെ ഏത് മെത്തേഡാണെങ്കിലും ഇതിനേക്കാളും കുറച്ച് കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും ഫൈബർ ഗ്ലാസ് മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതേപോലൊരു യൂണിറ്റ് ഒരു 100 എണ്ണം ഒരേ ഈക്വലായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന 3D പ്രിൻറ്റിങ്ങിൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഇതിൻ്റെ ഫയൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് 3D പ്രിൻ്ററിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 100 ഇതേ പ്രൊഡക്ട്സ് 100 എണ്ണം ഉണ്ടാക്കിയാലും എക്സാക്ട്ലി സെയിം ആയിട്ടായിരിക്കും ഇരിക്കുക. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അതിൽ വരും. പിന്നെ ഇതിൽ പലതരം ഫിനിഷസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മാറ്റ് ഫിനിഷാണ്, ഗ്ലോസി ഫിനിഷ് ഓർ ഈവൻ മൾട്ടി കളർ. നമുക്ക് ഹാൻഡ് പെയിൻറ്റ് വെച്ചിട്ട് മൾട്ടി കളർ പെയിൻറ്റ്സ് കൊടുക്കാം. എല്ലാവരും ഈ സ്കൾപ്ചർ കണ്ടിട്ട് ചോദിച്ചാണ് ഇതിന് കളർ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ്. ഇത് ഇങ്ങനൊരു ഫിനിഷ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് മാറ്റ് വൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റിയലിസ്റ്റിക് കളേഴ്സ് കൊടുക്കണമെങ്കിൽ നമുക്ക്
ഫിനിഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഹാൻഡ് പെയിൻറ്റിങ് വഴി നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും കൊടുക്കാം.